ഇന്നത്തെ അനുരഞ്ജന ചർച്ചയും പൊളിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുതിയ സമരമുറകൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ലേബർ ഓഫീസർ വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞത് ന്യായം നമ്മുടെ ഭാഗത്താണെന്നാണ്. പക്ഷെ മത്തായിച്ചന്റെ മർക്കടമുഷിക്ക് മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ന്യായം നമ്മുടെ ഭാഗത്താണെന്ന് നേതാവിന്റെ ചെവി പറഞ്ഞതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കുമോ? ലേബർ ഓഫീസർ എത്രാമത്തെ തവണയാണ് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചെടുക്കാൻ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ നേതാവ് എന്താ പറഞ്ഞത്? കൂടിയാൽ 2 ആഴ്ച കൊണ്ട് മത്തായിച്ചന്റെ മുട്ടുമടക്കിക്കുന്നല്ലേ? 2 ആഴ്ചയ്ക്ക് പകരം ഇപ്പൊ എത്ര ആഴ്ചകളായി? ഇക്കണക്കിന് പോയാൽ 2 കൊല്ലം കഴിഞ്ഞാലും മത്തായിച്ച മുട്ടുകൂത്താൻ പോണില്ല. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, പോയി മത്തായിച്ചന്റെ മുട്ട് തല്ലിമുടക്കാം. ആദ്യമായി തൊഴിലാളിക്ക് സമരവീര്യം വേണം. നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. സത്യാഗ്രഹ പന്തലിൽ ദിവസം എത്ര തൊഴിലാളികൾ വരുന്നുണ്ട്? കടത്ത് കഴിക്കാൻ ഒന്നും വന്ന് നോക്കിച്ചു. അത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ഇരിപ്പ് ഓരിയിടലും തുടങ്ങിയിട്ട് മാസം എത്രയായി? ഒറ്റ ഒരുത്തന്റെ ചില്ലി കാശില്ല. മുണ്ട് മുറുക്കി ഉടുത്തുകൊടുത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ചിലർക്ക് വയ്യാണ്ടായി. തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പുതിയ സമരമുറകൾ ആവിഷ്കരിക്കാം. നേതാവ് ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇക്കാര്യം DC-യിലൊന്ന് പ്രസ് ചെയ്യാനും ഈ ജില്ലയിലെങ്കിലും നമ്മുടെ സമരത്തിന് അനുകൂലമായി മറ്റു തൊഴിലാളികളെ സംഘടിപ്പിക്കാനോ സഖാവിന് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ വരെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം പാർട്ടി അഭിമുഖീകരിക്കുന്നതുകൊണ്ട് അത് തീരാതെ. അതിനെ എന്ന് തീരാനാ? പാർട്ടിക്കകത്ത് ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതും പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ഈ സമരപന്തലിൽ ഇരിക്കാൻ നോക്കൂ. വിജയം പറഞ്ഞത് ശരിയാ. 150 ദിവസമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഇത് അവസാനിപ്പിച്ച് ജോലിക്ക് കയറാമെന്ന ഭൂരിപക്ഷം തൊഴിലാളികളുടെ അഭിപ്രായം. അത് പാർട്ടിക്ക് ക്ഷീണമല്ലേ, പ്രത്യേകിച്ച് നേതാവിന്. തൊഴിലാളികളല്ലല്ലോ ഇവിടെ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം. ഫാക്ടറിയുടെ ഉടമസ്ഥാവകാശം മത്തായിച്ചന് മാത്രമല്ലല്ലോ. കുഞ്ഞച്ചൻ ജയിലിൽ നിന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് കുഞ്ഞച്ചനെ ഒന്ന് കാണാം. ശരിയാ, നല്ല മനസ്സുള്ളവനാ കുഞ്ഞച്ചൻ. അയാളെ കണ്ടാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ നേതാവിന്റെ ഉദ്ദേശം? ശരി, നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി കാണാം, ചർച്ച ചെയ്യാം, വിവരം നിങ്ങളെ അറിയിക്കാം. വേണ്ട, നേതാവ് ഒറ്റയ്ക്ക് പോണ്ട. ഞങ്ങൾ 4-5 പേരും കൂടെ വരാം. എന്നാ വരിക. 5 മാസമായി തൊഴിലാളികൾ സമരം തുടങ്ങിയിട്ട്. മത്തായിച്ചന്റെ മർക്കട പുഷ്ടിക്ക് യാതൊരു അയവുമില്ല. ഫാക്ടറി കുഞ്ഞച്ചനും കൂടെ അവകാശപ്പെട്ടതല്ലേ. ഇനി കുഞ്ഞച്ചന്റെ സ്റ്റാൻഡ് എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എനിക്കെന്ത് സ്റ്റാൻഡ്? അതെന്താ അങ്ങനെ പറയുന്നത്? കമ്പനിയുടെ പാർട്ണറായ കുഞ്ഞച്ചന് ഇതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഇല്ലേ? അവകാശം സ്ഥാപിച്ചെടുക്കാൻ ഞാനും സമരം ചെയ്യേണ്ടി വരും. അപ്പന്റെ പേരിലാണ് ഫാക്ടറി എങ്കിലും തുടക്കം മുതലേ ചേട്ടനാ മാനേജ്മെന്റ് കാര്യങ്ങൾ നോക്കുന്നത്. അതിനുള്ള അധികാരങ്ങൾ അപ്പൻ ചേട്ടൻ നൽകിയിട്ടുണ്ട്. താങ്കൾക്കറിയാലോ, കഴിഞ്ഞ 8 വർഷമായി ഞാൻ ജയിലിലായിരുന്നു. മറ്റൊരു അവകാശിയായ അച്ചാമ്മ കന്യാസ്ത്രീ മഠത്തിലുമാണ്. അവൾ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ എഴുത്തുകുത്തുകൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മുതലാളിയുടെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വാങ്ങാതിരിക്കില്ല. അങ്ങനെ ആവാനാണ് സാധ്യത. ഇപ്പോഴാണെങ്കിൽ സ്വത്തുക്കളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു. ഞാൻ ഇതുവരെ വക്കീലിനെ കണ്ടില്ല. അദ്ദേഹത്തെ കണ്ടാലേ എന്തെങ്കിലും ചെയ്യാനാവൂ. ഞാൻ ഇന്ന് തന്നെ വക്കീലിനെ കണ്ട് സംസാരിക്കാം. നിങ്ങളെ കൈയൊഴിയാൻ വേണ്ടി പറഞ്ഞതല്ല, വിജയൻ എന്നെ അറിയാം. തൊഴിലാളി എന്നും തൊഴിലാളിയും മുതലാളി എന്നും മുതലാളിയുമായിരിക്കും. അതല്ലെങ്കിലും അങ്ങനല്ലേ ആയിരിക്കൂ. നിങ്ങൾ വരിക. ഇവിടെ സമയം മെനക്കെടുത്തിട്ട് കാര്യമില്ല, വരൂ. നേതാവ് ചൂടായെന്ന് തോന്നുന്നു. ഈ കാണിക്കലേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. ഞാൻ വരാം. ഈ കുഞ്ഞച്ചന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മത്തായിച്ച മുതലാളി ഇയാളെ പുറത്താക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതാണ് മുതലാളി വർഗം. ആവശ്യം വരുമ്പോ അവര് തമ്മിൽ ഒക്കും. ഈ തൊഴിലാളിയുടെ രക്തവും വിയർപ്പും പിഴിഞ്ഞുകൂറ്റാൻ ഈ ബൂർഷ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇതിനെക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം, വായിച്ച് പഠിക്കണം, പ്രബുദ്ധരാകണം. ആ കഴിവില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ഈ 150 ദിവസം സമരപ്പന്തലിൽ ഇരിക്കുകയും നേതാവ് കാറ് സഞ്ചരിക്കുകയും ചെയ്യുന്നു. വിജയന്റെ ഈ തുറന്ന പ്രകൃതം എനിക്കിഷ്ടമാണ്. നമ്മളിൽ പലർക്കും ഇല്ലാത്തതും ഇതാണ്. മറ്റുള്ളവരോട് ഇനിയും നമ്മൾ എന്ത് പറയും? പറയാനാണ് വിഷമം. അത് നേതാവ് പറഞ്ഞോളും അല്ലേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ അയ്യോ ഉണ്ടേ. അച്ഛൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോ?
അച്ഛൻ ഈ ഇടവക വന്നിട്ട് മത്തായിച്ചനൊന്ന് കാണാൻ പോലും പറ്റിയില്ല. അച്ഛനകത്തോട്ട് ആ. അച്ഛൻ അങ്ങോട്ട് ഇരിക്കേ. വർക്കി നീ എന്ന് സൂസിയോട്. അയ്യോ, അച്ഛന് കുടിക്കാൻ ചൂടുള്ളതോ തണുത്തതോ ഏതാ വേണ്ടത്? ഏതായാലും പതുക്കെ മതി, സമയമുണ്ടല്ലോ. ഓ, അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എനിക്ക് ഈ പട്ടക്കാരുമായി ആഴ്ച ഒരിക്കലെങ്കിലും കാണുകയും അവർ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്തില്ലെങ്കിൽ ഏതാണ്ട് ഒരു 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 ഇതുപോലെ ഒരു ചാവദോഷം ചെയ്ത പോലെ. ആവശ്യമില്ലാതെ വന്ന് മത്തായിച്ചനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ ഞാൻ വരാതിരുന്നത്. അപ്പോ ഇപ്പൊ ഏതാണ്ട് കാര്യമായിട്ടാണല്ലോ അച്ഛന്റെ വരവ്. അയ്യോ, അച്ഛൻ മടിക്കണ്ട, പറഞ്ഞോ. അച്ഛോ, ചെവലിയാർ പോത്തച്ഛന്റെ മൂത്ത മകനാണ് ഞാൻ. ആ അപ്പന്റെ അതേ സ്വഭാവം എനിക്കും. പള്ളിയുടെയും പട്ടക്കാരനെയും കാര്യം കഴിഞ്ഞിട്ട് ഈ മത്തായിച്ചിന് വേറെ കാര്യമുള്ളൂ. അല്ല, അപ്പന്റെ ഈ ഒരു നല്ല ഗുണം എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കൊണ്ടുപാടി. താങ്ക് യു. അച്ഛോ, ഇതെന്റെ മോളല്ല, ഭാര്യ. എനിക്കറിയാം. അച്ഛൻ ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. മറ്റൊന്നുമല്ല മത്തായിച്ച, ഈ സമരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അയ്യോ അച്ഛോ, സമരം ചെയ്യുന്നത് ഞാനല്ല, തൊഴിലാളികളാ. അത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിലേ അവന്മാർ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിച്ചു അച്ഛനാണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നിരിക്കായിരിക്കുമെന്ന്. എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാ അച്ഛോ ഒരു തൊഴിലാളി സമരം ഒരു പട്ടക്കാരന് പ്രധാന കാര്യമാകുന്നത്? മത്തായിച്ച, ഇത് നമ്മുടെ ഇടവകയുടെ പ്രശ്നമല്ലേ? എന്റെ പൊന്നച്ചോ, അവിടുത്തെ തൊഴിലാളികളിൽ ഭൂരിപക്ഷവും നമ്മുടെ ക്രിസ്ത്യാനികളല്ല. ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യം പറയാനല്ല വന്നത്, ഈ നാട്ടിലെ മനുഷ്യന്റെ കാര്യം പറയാനാ. അയ്യോ, എന്റെ അയ്യോ. ഇത് മൂത്തുമുറ്റത്തില്ല. ഇങ്ങനെ പോയാൽ അച്ഛൻ അധിക നാൾ ഇടവക ഭരിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛോ, അവിടെ കമ്മ്യൂണിസ്റ്റ് യൂണിയനാ ഭരിക്കുന്നത്. അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൂതനാണോ? ഞാൻ ക്രിസ്തുവിന്റെ ദൂതനാ. അച്ഛോ, ഈ സമരം എന്നൊക്കെ പറയുന്നതേ ഭൗതിക കാര്യങ്ങളാണ്. അച്ഛൻ ആത്മാവിന്റെ ലൈൻ നോക്ക്. അതാണ് ഒരു പട്ടക്കാരന്റെ കടമ. ഭൗതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ആത്മീയ പാത തെളിയിക്കാനാവില്ല മത്തായിച്ച. തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിൽ പൊരിയുകയാണ്. വിശപ്പ് സഹിക്കാതെ വരുമ്പോൾ അവർ ആത്മാവിനെയും ദൈവത്തിനെയും മറക്കും. അവരുടെ കൂട്ടത്തിൽ ചിലർ സ്വന്തം ശരീരം വില പറഞ്ഞ് വിറ്റ യുവതികളുണ്ട്. മറ്റുള്ളവരുടെ മുതലുകൾ അപഹരിച്ചവരുണ്ട്. അവരോട് സ്വർഗരാജ്യത്തെക്കുറിച്ചും സന്മാർഗത്തെക്കുറിച്ചും പ്രസംഗിച്ചിട്ട് കാര്യമില്ല മത്തായിച്ച. ഈ ഇടവകയിലെ ഇടയൻ എന്ന നിലയ്ക്ക് അവരെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഫസ്റ്റ് അവന്മാരുടെ നേതാവിനെയും കവച്ചു വെട്ടി. ഇതിനൊന്നും ഞാനില്ലച്ചോ. ഈ മത്തായച്ചൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി ജീവിച്ചോട്ടെ. ഈ ഇടവകയിലെ ജനങ്ങൾക്ക് നിരവധി സേവനങ്ങൾ നൽകിയ ചെവലിയാർ പോത്തച്ഛന്റെ ചിത്രമാണിത്. മാർപ്പാപ്പ തിരുമേനി അനുഗ്രഹിച്ചു നൽകിയ ബഹുമതി. എനിക്കും ബഹുമാനമുണ്ട്. ആ പോത്തച്ഛന്റെ മകനാണ് മത്തായിച്ചനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായിച്ചൻ നല്ലതുപോലെ ചിന്തിക്ക്. ഞാൻ ഇനിയും വരും. അച്ഛൻ അവസാനം പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുവോ ശരിക്കും? നീ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നല്ലവണ്ണം ആലോചിക്കുക.